ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടതാണ് വീക്ക് 4 ഡിഗ്രി ലെവൽ എക്സാംസിന്റെ 2026 സ്ട്രാറ്റജി KPSM മെത്തേഡോ ആയിട്ട് നമ്മൾ വീക്ക് 5 കാണാൻ വേണ്ടി പോവുകയാണ്. ഈ വീക്ക് 5 നമ്മൾ രണ്ട് പാർട്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2. എന്താണ് സാർ ഈ പുതിയ പരിഷ്കാരം? സാധാരണഗതിയിൽ പാർട്ട് 1, പാർട്ട് 2 എന്നൊന്നും ഡിവൈഡ് ചെയ്യാറില്ലല്ലോ. ഇല്ല, ഇപ്രാവശ്യത്തെ പാർട്ട് 2 ഒരു ഡിഗ്രി ലെവൽ എക്സാം 1.25 മണിക്കൂറിൽ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത് എന്നുകൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഈ ആഴ്ചയെ നമ്മൾ 2 ദിവസം, 2 ഫുൾ ഡേ നമ്മൾ ഡിഗ്രി ലെവലിന്റെ പ്രിലിംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അനലൈസ് ചെയ്യുകയും അത് എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് നോക്കിയതിനു ശേഷം അതേ രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ സാർ, ഈ പറഞ്ഞത് കുറച്ച് മനസ്സിലായി, കുറച്ച് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ വീഡിയോ നമുക്ക് എന്ത് ചെയ്യാം, അതെല്ലാം നോക്കാം. ഓക്കെ, സോ @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ചാനൽ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇതിന്റെ വീഡിയോസ് അല്ല, ഇതിന്റെ PPTs എല്ലാം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഡൺ അല്ലേ? സാധാരണഗതിയിൽ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ട 3-4 കാര്യങ്ങൾ. ഒരു PSC കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടത് 3 കാര്യമാണ്. ഒന്ന്, ഹാർഡ് വർക്ക്, അത് നിങ്ങൾ തന്നെ ചെയ്യണം. രണ്ടാമത്തെ, സ്മാർട്ട് വർക്ക്, അതാണ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ, ലക്ക്, നിങ്ങൾ ഏത് സ്റ്റേജിൽ വരുന്നു, എത്ര ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്യുന്നു, എല്ലാം ഇമ്പോർട്ടന്റ് ആയിരിക്കും. ഓക്കെ, phase 1 മെയിലാണ്. മാർച്ച് എൻഡ് വരെ നമ്മൾ എന്ത് ചെയ്യും, മെയിൻ ടോപ്പിക്സ് പഠിച്ചുകൊണ്ടിരിക്കും. പല തുള്ളി പെരുവെള്ളം എന്നതാണ് നമ്മുടെ തത്വം. അപ്പൊ കഴിയുന്നത്ര ടോപ്പിക്സ് എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ടിരിക്കുക. പ്രിലിംസ് ക്ലിയർ ചെയ്യുക എന്നതല്ലോ നമ്മുടെ അന്തിമ ലക്ഷ്യം. അന്തിമ ലക്ഷ്യം എന്താ? ജോലി കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെയാണോ പഠിക്കാൻ പറഞ്ഞിരിക്കുന്നത് ആ രീതിയിൽ വേണം പഠിക്കാൻ. നമ്മൾ ഫാക്ട് ആണ്, അതായത് ബേസിക് ആയിട്ടാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് തന്നെ ഡീറ്റെയിലി പഠിക്കരുത്. പിന്നെ ഈ മെത്തേഡിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് സമയം എന്ത് ചെയ്യും, പോകുന്നതായിരിക്കും. ടൈം ഈസ് മണി, ടൈം ഈസ് പ്രഷ്യസ്. അതൊരിക്കലും എന്ത് ചെയ്യരുത്, കളയരുത്. ഓക്കെ, എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടതെന്നുള്ള സ്ട്രാറ്റജി ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കും. അത് അതേ രീതിയിൽ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. അതെ, ഇനി ഒരു 2 വാക്ക് KPSM മെത്തേഡിനെ കുറിച്ച്. എന്റെ പേര് കിരൺ ആയതുകൊണ്ട് കിരൺ PSC സ്റ്റഡി മെത്തേഡ് എന്നാണ് വിളിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് എന്താണ് ആക്ച്വലി എക്സാക്ട്ലി എങ്ങനെയാണ് പഠിക്കാൻ പറഞ്ഞിരിക്കുന്നുള്ളത് പറയും. അതേ രീതിയിൽ എന്ത് ചെയ്യുക, പഠിക്കുക. 50% സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, എല്ലാ ടോപ്പിക്കും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കില്ല. ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട ടോപ്പിക്കിന് നേരെ സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ടാവും. ഫാക്ട് പഠിക്കേണ്ട ടോപ്പിക്കിന് നേരെ ഫാക്ട് എഴുതിയിട്ടുണ്ടാവും. കറണ്ട് അഫയർ എല്ലാം നമ്മൾ പഠിക്കാൻ പോകുന്നില്ല. സിലബസ് ബേസ്ഡ് കറണ്ട് അഫയർ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പഠിക്കുകയുള്ളൂ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് വീക്ക് ടൈം ടേബിൾ. ഇതാണ് ഫസ്റ്റ് വീക്കിന്റെ കറണ്ട് അഫയേഴ്സ്. ഓക്കെ, ഇതാണ് വീക്ക് 2 ടൈം ടേബിൾ. ഇതാണ് വീക്ക് 2 ടൈം ടേബിളിന്റെ രണ്ടാമത്തെ ഭാഗം. ഇതാണ് കറണ്ട് അഫയറിന്റെ സ്റ്റാറ്റസ്. ഓക്കെ, ഇതാണ് റിവിഷൻ സ്ട്രാറ്റജി, എങ്ങനെ റിവൈസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്. ഓക്കെ, അപ്പൊ റിവിഷൻ സ്ട്രാറ്റജിയിൽ എനിക്ക് പറയാനുള്ളത്, ഒരു 2 ഡേ എന്ത് ചെയ്യുക, റിവിഷന് വേണ്ടി കൊടുക്കുക. ആ റിവിഷന് വേണ്ടി കൊടുക്കുന്ന ഡേയിൽ നിങ്ങൾ എന്താ, സബ്ജക്റ്റുമായിട്ട് റിവേഴ്സ് ചെയ്യരുത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ത്യൻ ജോഗ്രഫി മൊത്തം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 1-2 മാർക്കായിരിക്കും. അങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഹോട്ട് ടോപ്പിക് വൈസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഡിവൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ചിലപ്പോൾ രാവിലെ 10 മണിക്ക് ജോഗ്രഫി ആയിരിക്കും പഠിക്കുന്നുണ്ടാവുക. അത് കഴിഞ്ഞ ശേഷം 11 മണിക്ക് എന്തായിരിക്കും, ഹിസ്റ്ററി ആയിരിക്കും. പിന്നെ അതിനുശേഷം എന്തായിരിക്കും, അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. അങ്ങനെ മാറി മാറിയായിട്ടും പഠിക്കുന്നുണ്ടാവുക. ഓരോ ടോപ്പിക് ഓരോ ഭാഗത്തായിരിക്കും. എല്ലാം കഴിഞ്ഞതിന് ശേഷം പഠിക്കാന്ന് പറഞ്ഞാൽ നടക്കില്ല. ഓക്കെ അല്ല, എന്തെങ്കിലും റിമൈനിങ് ടോപ്പിക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, അത് മാത്രം പഠിക്കാൻ വേണ്ടി നോക്കുക. ഒരു ഡേ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ എന്ത് ചെയ്യണം, അലോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, ഒരു ഡേ എന്തിനായിരിക്കണം, മെയിൻ സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടി അലോട്ട് ചെയ്തിട്ടുണ്ടാവണം. ഒരു മന്ത് ബിഫോർ പ്രിലിംസ് ആണ്. അപ്പൊ മെയിൽ വരുന്നതുകൊണ്ട് നമ്മുടെ ഒരു മന്ത് എപ്പോ തീരും, മാർച്ച് ലാസ്റ്റിൽ തീരും. മാർച്ച് ലാസ്റ്റ് വരെ നമ്മൾ ഈ മെയിൻസിന്റെ ടോപ്പിക്സ് എന്ത് ചെയ്യും, പഠിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടിയിട്ടാ, മെയിൻസിൽ മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട്. മെയിൻസിൽ ആ സമയത്ത് അത് റിവൈസ് ചെയ്താൽ മതി. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഇതാണ് വീക്ക് 3 ടോപ്പിക്സ് ഉള്ളത്. ഇതാണ് വീക്ക് 3 കറണ്ട് അഫയേഴ്സ് ഉള്ളത്. ഓക്കെ, ഇത് വീക്ക് 4 ടോപ്പിക്സ് ആണ്. വീക്ക് 4 GK, വീക്ക് 4 അനാലിസിസ്. അപ്പൊ നമ്മൾ വീക്ക് 4 അനാലിസിസ് ആണ് ഇന്ന് തുടങ്ങാൻ വേണ്ടി പോകുന്നത്. ഇത്രയും കാര്യം ഒക്കെ ആണല്ലോ. അതെ, അപ്പൊ വീക്ക് 4 നമ്മൾ പ്രധാനമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ആയിരുന്നു. GK കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല എന്നില്ല. GKയുടെ കുറച്ച് ടോപ്പിക്സ് എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ടോപ്പിക്സ് ഇടുമ്പോൾ അത് എവിടെ നിന്ന് പഠിക്കണം എന്ന് ഇടുന്നുണ്ട്. ആ സോഴ്സ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ വീക്ക് 4 നമുക്ക് 21 മാർക്ക് നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ടും മാത്സ്, ഇംഗ്ലീഷ്, മലയാളമാണല്ലോ, അതുകൊണ്ട്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇപ്പൊ നമ്മുടെ കയ്യിൽ 41 മാർക്ക് ഉണ്ട്. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾ യൂണിഫോം പോസ്റ്റ് ആയിട്ടുള്ള, അത് സൺ അല്ല, സബ് ഇൻസ്പെക്ടർ അങ്ങനെയുള്ള എക്സാംസ് ഒക്കെ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു.
മാർക്സ്. സാർ എക്സാമേ നടന്നിട്ടില്ല, കട്ട് ഓഫ് പ്രഡിക്ഷനും വന്നിട്ടില്ല, അതിനു മുമ്പ് സാർ എന്ത് പറഞ്ഞു, ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, അതിന് കാരണം കഴിഞ്ഞ നമുക്ക് 2021, 22, 23, 24, 25 5 വർഷത്തെ പ്രിലിംസിന്റെ പേപ്പറും അതിന്റെ കട്ട് ഓഫ് നമ്മുടെ മുമ്പിലുണ്ടല്ലോ. എങ്കിൽ ഒരു യൂണിഫോം പോസ്റ്റിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 40 to 45 ആണ്. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റും കമ്പനി ബോർഡിന്റെ അസിസ്റ്റന്റ് ഗ്രേഡ് 1നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് 50 to 55 ആണ്. ഓക്കെ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഗ്രേഡ് 2ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 55 to 60 ആണ്. നാഷണൽ സേവിങ്സ് ബാങ്കിന്റെ ഗസറ്റഡ് പോസ്റ്റ് ഉണ്ട്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 65 ആൻഡ് എബവ് ആണ്. ഓക്കെ, കാരണം അതിന്റെ ആ ഗസറ്റഡ് പോസ്റ്റിന്റെ വേക്കൻസി എന്താ വളരെ കുറവാണ്. 65 ആൻഡ് എബവ് നമുക്ക് എന്ത് ചെയ്യും, കട്ട് ഓഫ് പോകുന്നതായിരിക്കും. ഇങ്ങനെ ഡിഫറെന്റ് കട്ട് ഓഫ് ആണ് 2026 പ്രിലിംസിന് വരാൻ വേണ്ടി പോകുന്നത്. ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ എന്ത് ചെയ്യാനുള്ളൂ, സംഭവിക്കാൻ വേണ്ടി പോകുന്നുള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഏത് കട്ട് ഓഫ് ക്ലിയർ ചെയ്തു? യൂണിഫോം പോസ്റ്റിന്റെ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. ഒരു 40 to 45 അല്ലേ, ഒരു 41 മാർക്ക് നമ്മുടെ എന്തുണ്ട്, കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? അതെ. അപ്പൊ ഈ വീക്ക് 4 മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് മാത്രമാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയിരിക്കുന്നത്? 17 മാർക്ക് കിട്ടിയിരിക്കുന്നത്. എങ്കിൽ ഈ ഈ ആഴ്ച 5ാമത്തെ ആഴ്ച നമ്മൾ വീണ്ടും മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന്റെ പുതിയ ടോപ്പിക് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ 17 മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എന്താണ് പോകാനുള്ള കാരണം? കാരണം പുതിയ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ പഠിച്ച റിവൈസ് ചെയ്യാൻ ടൈം കിട്ടില്ല. അതുകൊണ്ട് ഈ ആഴ്ചയിലെ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് നമ്മുടെ നോർമൽ റിവിഷൻ സ്ട്രാറ്റജിയെക്കാളും. ഓക്കെ, അപ്പൊ 2 ദിവസം, 2 കംപ്ലീറ്റ് ഡേ നമ്മൾ എന്ത് ചെയ്യും, എന്താണോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ, അതായത് വീക്ക് 4 എന്തൊക്കെയാണോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പഠിച്ചിട്ടുണ്ടായിരുന്നത്, അതിനെന്ത് ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, റിവൈസ് ചെയ്യുക എന്നൊരു പരിപാടി മാത്രമാണ് 2 ദിവസം ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ എത്ര മാർക്ക് എൻഷുർ ചെയ്യണം? 17 മാർക്ക് നമ്മൾ എൻഷുർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ആഴ്ചയും കറണ്ട് അഫയർ ഇല്ല. സർ, കറണ്ട് അഫയർ ഇങ്ങനെ ഇല്ലാതെ വന്നാൽ എങ്ങനെയാ നടക്കുക? മക്കളെ, നമ്മൾ കറണ്ട് അഫയർ ചെയ്യാം. ഓക്കെ, നമ്മൾ ഓൾറെഡി കറണ്ട് അഫയറിന്റെ മെയിൻ പാർട്ടൊക്കെ ചെയ്ത് തീർത്തിട്ടുണ്ട്. ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ, അതേപോലെ എൻവയോൺമെന്റ് എന്നുള്ള ഭാഗങ്ങളിൽ നിന്നാണ് കറണ്ട് അഫയർ ഏറ്റവും കൂടുതൽ വരാനുള്ള സാധ്യതയല്ല വരുന്നത്. ആ ഭാഗങ്ങളിൽ ഒരിടം തീർത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം, കയറിയിട്ട് വരുന്ന ആഴ്ചകൾ നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമുക്ക് മാക്സിമം മാർക്ക് ഉറപ്പിക്കലാണ് ഈ മാർച്ചിലെ നമുക്ക് പ്രധാനപ്പെട്ട പരിപാടിയായിട്ടുള്ളത്. ഓക്കെ, എങ്കിൽ ഈ കറണ്ട് അഫയർ എന്തുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന് പകരമായിട്ട് ഈ ആഴ്ച 2 ദിവസം, അപ്പൊ 2 ദിവസം മാത്സ്, ഇംഗ്ലീഷ്, മലയാളം റിവേഴ്സ് ചെയ്യാൻ പോയേ, 2 ദിവസം എന്താ, എല്ലാ പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പറും അറ്റൻഡ് ചെയ്യുക. 2021 2 സ്റ്റേജ് പേപ്പർ, 2022 3 പേപ്പർ, 2023 3, 2024 3, 2025 2 സ്റ്റേജസ്. ഓക്കെ, ഈ 13 പേപ്പർ ഞാൻ എങ്ങനെയാണോ പറയുന്നത് അതിനൊരു സെപ്പറേറ്റ് വീഡിയോ ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഓക്കെ, ആ പാർട്ട് 2 ഞാൻ എങ്ങനെയാണോ അറ്റംപ്റ്റ് ചെയ്യാൻ പറയുന്നത് ആ രീതിക്ക് വേണം അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് കാരണം 1 മണിക്കൂർ 15 മിനിറ്റിനുള്ളിൽ മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എങ്ങനെ സ്കോർ ചെയ്യാന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യും, പറയുന്നതായിരിക്കും. അതിനുശേഷം വീക്ക് 6 വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്തത്, നമ്മുടെ ഇത്രയും കാലത്തെ സ്ട്രാറ്റജി ഓക്കെ ആണോ, എന്തൊക്കെയാണ് പുതിയ ടോപ്പിക്സ് പഠിക്കാനുള്ളത്, ടോപ്പിക് ഫാക്ട് തന്നെയാണോ വരുന്നത്, സ്റ്റേറ്റ്മെന്റ് ലെവലിൽ പഠിക്കേണ്ട കാര്യമുണ്ടോ, എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് ചെയ്യേണ്ടത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യും, അടുത്ത വീക്ക് 6 ഒരു അനാലിസിസ് വീഡിയോവും തരുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പൊ എങ്ങനെ ചെയ്യണം എന്നുള്ളത് നോക്കുക, ഇതേ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. ഇതേ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, എക്സാം ഹോളിൽ പോയിട്ട് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് പേർക്ക് 1 hour 15 മിനിറ്റ്സിനുള്ളിൽ ടൈം കിട്ടിയില്ല എന്നൊരു പ്രോബ്ലം വരും. ആ ടൈം കിട്ടി എന്നുള്ള പ്രോബ്ലം നമ്മൾ എന്ത് ചെയ്യില്ല, ഇനി ഉണ്ടാവില്ല. അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പൊ തൊട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഡൺ. ഓക്കെ, എങ്കിൽ ക്ലൈമറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത്, വീക്ക് 4 നമുക്ക് ക്ലൈമറ്റിലൂടെ നമുക്ക് ജോഗ്രഫിയിൽ 1 മാർക്ക് നമ്മൾ എൻഷുർ ആയി. വളരെ വലിയൊരു ഭാഗമായിരുന്നു ക്ലൈമറ്റ്. നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് ജോഗ്രഫി എന്തായി, വലിയൊരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട്, 1 മാർക്ക് കിട്ടിയിട്ടുണ്ട്. മെമ്മറി കമ്പ്യൂട്ടർ സയൻസിൽ പഠിച്ചോടെ 1 മാർക്ക് കമ്പൈൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എമർജൻസി കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചോടെ 1 മാർക്ക് അവിടെ കിട്ടി. നീതി ആയോഗ് പഠിച്ചോടെ എക്കണോമിക്സ് എന്ത് കിട്ടി, 1 മാർക്ക് കിട്ടി. എന്താണ് ഇപ്പൊ കറണ്ട് സ്റ്റാറ്റസ്? 41 മാർക്ക് നമ്മുടെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 59 മാർക്കാണ്. എങ്ങനെയാണ് ഡിവിഷൻസ്? എക്കണോമിക്കിൽ മൊത്തം 5 മാർക്കാണ് വരുന്നത്. അത് നമ്മൾ 4 മാർക്കായി, ഇനി 1 മാർക്കാണ് കിട്ടാനുള്ളൂ. ആ 1 മാർക്കിന് വേണ്ടിയിട്ട് വേറെ ഒരുപാട് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അത് എങ്ങനെ പഠിക്കുക എന്നുള്ളത്, എല്ലാ ടോപ്പിക്കും നമുക്ക് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിൽ ഏതാണ് പഠിക്കേണ്ടതുള്ളത് വരുന്ന ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഇനി ആ 1 മാർക്ക് കിട്ടാനാണ് ഏറ്റവും കഷ്ടം. ഓക്കെ, 4 മാർക്ക് കിട്ടാൻ എളുപ്പമായിരുന്നു. ദാൻ മാത്സിൽ 10 മാർക്ക് ഉണ്ട്, 5 മാർക്ക് കയ്യിലുണ്ട്, 5 മാർക്ക് എന്തുണ്ട്, പെൻഡിങ് ഉണ്ട്. റീസണിൽ 10 മാർക്കാണുള്ളത്, 6 മാർക്ക്
കയ്യിലുണ്ട്, 4 മാർക്ക് പെൻഡിങ് ഉണ്ട്. ഇംഗ്ലീഷ് ഗ്രാമറിൽ 10 മാർക്കാണുള്ളത്, 6 മാർക്ക് കയ്യിലുണ്ട്, 4 മാർക്ക് പെൻഡിങ് ഉണ്ട്. ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ 10 മാർക്കാണ് ഉണ്ടായിരുന്നത്, 6 മാർക്ക് കയ്യിലുണ്ട്, 4 മാർക്ക് പെൻഡിങ് ഉണ്ട്. കമ്പ്യൂട്ടർ സയൻസിൽ 5 മാർക്കാണ് ഉണ്ടായിരുന്നത്, 3 മാർക്ക് കയ്യിലുണ്ട്, 2 മാർക്ക് എന്താ പെൻഡിങ് ഉള്ളത്. നമ്മൾ കുറച്ച് പുറകിൽ നിൽക്കുന്ന ഹിസ്റ്ററിയിലാണ്, 1 മാർക്ക് ഇതുവരെയായിട്ട് ആയിട്ടുള്ളൂ, എന്താ 9 മാർക്ക് എന്താ പെൻഡിങ് ഉണ്ട്. ഓക്കെ, മലയാളത്തിൽ 10 മാർക്കാണ്, 5 മാർക്ക് എന്താ കയ്യിലുണ്ട്, 5 മാർക്ക് പെൻഡിങ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ മൊത്തം 5 മാർക്കാണ്, 2 മാർക്ക് കയ്യിലുണ്ട്, 3 മാർക്ക് എന്താ പെൻഡിങ് ഉണ്ട്. ആർട്സ്, സ്പോർട്സ് ആൻഡ് ലിറ്ററേച്ചർ 10 മാർക്കാണ്. അത് നമുക്ക് വരുന്ന ആഴ്ചകൾ എന്ത് ചെയ്യാം, കുറച്ചുകൂടി ആർട്സ് ആൻഡ് സ്പോർട്സ് ലിറ്ററേച്ചറിൽ കോൺസെൻട്രേഷൻ കൊടുത്തിട്ട് 7 മാർക്ക് നമുക്ക് കുറയ്ക്കാം. ഓക്കെ, ഇപ്പൊ 3 മാർക്ക് കയ്യിലുള്ളൂ. ജോഗ്രഫിയിൽ നമുക്ക് 1 മാർക്ക് കിട്ടി, എത്ര മാർക്ക് ബാക്കിയുണ്ട്, 4 മാർക്ക് ബാക്കിയുണ്ട്. ഈ എന്റെ ചോദ്യം, ഇത് കൺഫേംഡ് മാർക്സ് മാത്രമാണ് കേട്ടോ, അതല്ലാതെ നമ്മൾ ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. കാരണം ഹിസ്റ്ററിന്ന് മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ടോപ്പിക്സ് പഠിക്കണമല്ലോ, ഹോട്ട് ടോപ്പിക്സ് പഠിക്കാൻ, കുറെ ടോപ്പിക്സ് പഠിക്കാനുണ്ടാവുമല്ലോ. അതേപോലെ എൻവയോൺമെന്റ് മാർക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ടോപ്പിക്സ് പഠിക്കാനല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോസ് എല്ലാം ഇട്ടുണ്ടായിരുന്നില്ലേ. അപ്പൊ അത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയും നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ വീക്കിൽ കറണ്ട് അഫയേഴ്സ് സ്റ്റഡി ഇല്ല. കറണ്ട് അഫയർ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്യണമെങ്കിൽ റിവൈസ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇല്ലെങ്കിൽ റിവൈസ് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. അപ്പൊ കറണ്ട് അഫയർ ഈ പ്രാവശ്യം എന്ത് ചെയ്യണ്ട, റിവൈസ് ചെയ്യാൻ കൂടി വേണ്ട, എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇത് പഠിക്കാനുള്ള ടൈമേ ഉണ്ടാവുള്ളൂ. ഇത് കൂടാതെ വീക്ക് 5 ടോപ്പിക്സ് പഠിക്കാനല്ലേ, ഇതിനുള്ള സമയമേ ഈ ആഴ്ച എന്ത് ചെയ്യുള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇത്രയും കാര്യം ഒക്കെ അല്ലേ. വീക്ക് 5 നമ്മൾ 2 പ്രധാനപ്പെട്ട ഭാഗമാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഒന്ന് വേൾഡ് ഹിസ്റ്ററി, അതേപോലെ ഫിസിക്കൽ ജോഗ്രഫി. ഓക്കെ, വേൾഡ് ഹിസ്റ്ററിയിൽ 2 എണ്ണമാണ്. അമേരിക്കൻ റവല്യൂഷൻ, അതിന് ഓൾഡ് NCERTയുടെ വേൾഡ് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് 10ാം ക്ലാസ് റെഫർ ചെയ്യുക, ചാപ്റ്റർ 8. ഫ്രഞ്ച് റവല്യൂഷൻ ചാപ്റ്റർ 1 ഏതാ, 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുക. ഫിസിക്കൽ ജോഗ്രഫിയിൽ അറ്റ്മോസ്ഫിയർ, ക്ലാസ് 7 ജോഗ്രഫി, സോഷ്യൽ സയൻസ് അവർ എൻവയോൺമെന്റ്, ചാപ്റ്റർ 4. എയർ ആൻഡ് ക്ലാസ് 11 ജോഗ്രഫി, ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ചാപ്റ്റർ 7. കോമ്പോസിഷൻ ആൻഡ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ, ഇതാണ് നോക്കേണ്ട കാര്യമായിട്ടുള്ളത്. ഓക്കെ, ടോപ്പോഗ്രാഫിക് മാപ്പ് ആൻഡ് സയൻസ്, NCERT ക്ലാസ് 11 ജോഗ്രഫിയിലെ ചാപ്റ്റർ 5 റെഫർ ചെയ്യുക. ഓഷ്യൻ മൂവ്മെന്റ്, NCERT ക്ലാസ് 11 ജോഗ്രഫിയിലെ ഫണ്ടമെന്റൽസ് ഓഫ് ഫിസിക്കൽ ജോഗ്രഫി, ചാപ്റ്റർ 13 മൂവ്മെന്റ്സ് ഉണ്ടാവും, അത് നോക്കുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ സർ? ഇത് ഫാക്ട് ആണോ സ്റ്റേറ്റ്മെന്റ് ആണോ എന്ന് ഇപ്രാവശ്യം പറഞ്ഞിട്ടില്ല. ഓഷ്യൻ മൂവ്മെന്റ്സ് ഒഴികെ, അതായത് ഏറ്റവും താഴെയുള്ള ഓഷ്യൻ മൂവ്മെന്റ്സ് ഒഴികെ ബാക്കിയെല്ലാം ഡീറ്റെയിൽഡ് സ്റ്റഡി ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കറണ്ട് അഫയർ നോക്കാൻ സമയം ഉണ്ടാവില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ പേപ്പർ പ്രിപ്പയർ ചെയ്യണം, മാത്സ് ഇംഗ്ലീഷ് മലയാളം ചെയ്യാനുണ്ട് കൂടെ. അപ്പൊ 2 ദിവസം അതിന് പോയി, 2 ദിവസം എന്താ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ പോയി, 4 ദിവസം പോയി, ബാക്കി 3 ദിവസമേ ഉള്ളൂ. ആ 3 ദിവസം കൊണ്ടാണ് ഈ ടോപ്പിക്സ് എന്ത് ചെയ്യേണ്ടത്, പഠിച്ചെടുക്കേണ്ടത്. ഇത് ആക്ച്വലി പഠിച്ചെടുക്കാൻ 1 ദിവസം മതിയാവും. 1 ദിവസം ഇരുന്ന് കുത്തിയിരുന്ന് പഠിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. എങ്കിലും ഞാൻ 3 ദിവസം തന്നിട്ടുണ്ട്. കാരണം എങ്ങാനും ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ബാക്കി 2 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡിഗ്രി പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? ഓക്കെ, ഇപ്രാവശ്യം മെയിൻ ടോപ്പിക്സും ഇല്ല സർ. മെയിൻ ടോപ്പിക്സ് ഇല്ലെങ്കിൽ മെയിൻസിന് മാർക്ക് കുറയും. ഇല്ല മക്കളെ, നമുക്ക് അടുത്ത ആഴ്ച ബാക്കിയെല്ലാം കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ ടൈം ടേബിൾ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ മെയിൻ ടോപ്പിക് ഇപ്പൊ ടച്ച് ചെയ്യേണ്ട, ഈ ആഴ്ച ടച്ച് ചെയ്യേണ്ട, റിവൈസും ചെയ്യേണ്ട. ഓക്കെ, നമുക്ക് റിവിഷനും മെയിൻ ടോപ്പിക് ടച്ച് ചെയ്താൽ എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീക്കിൽ നോക്കാം. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അപ്പോ അങ്ങനെയാണെങ്കിൽ ഓൾ ദ ബെസ്റ്റ്. അപ്പോ നമുക്ക് വീക്ക് 6 അടുത്ത ആഴ്ച എന്ത് ചെയ്യാം, കാണാം. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക. വീക്ക് 6 കാണുന്നതിന് മുമ്പ് ഇതിന്റെ പാർട്ട് 2 ഉണ്ടാവും. പാർട്ട് 2 നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും, എഴുതി വെച്ചിട്ടുണ്ടാവും. അതേപോലെയാണ് 13 ക്വസ്റ്റ്യൻ ഫോർ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഡൺ അല്ലേ? അപ്പൊ ഡിഗ്രി പ്രിലിംസ് എല്ലാവരും എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. ഡൺ. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.